അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലെയുള്ളൊരു വിൻഡോ ആണ് വരിക. അപ്പോൾ ആദ്യം തന്നെ ന്യൂ റങ് എടുക്കണ്ടെങ്കിൽ ഇതാണ്, ഇത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഇതില്ലേ റങ്ങിൻ്റെ കുറേ ഫിഗേഴ്സ് കാണുന്നില്ലേ, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ന്യൂ റങ് ഇതാണ്, ഔട്ട്പുട്ട് കോയിലിൻ്റെ. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ വിൻഡോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ചോദിക്കും. ഡിഫോൾട്ട് 00 ഔട്ട്പുട്ട് O00 എന്നാണ് അടക്കുക. നിങ്ങളതൊന്നും ചെയ്യേണ്ടത്, പിന്നെ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നത്. ഡിഫോൾട്ട് നിങ്ങൾക്ക് ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ റങ് ഓക്കെ അടിച്ചാൽ മതി. നമ്മൾ ഇതിൽ ഔട്ട്പുട്ട് കോയിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി ഒരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? 2 സാധാ സ്വിച്ച് കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? സാധാരണ സ്വിച്ച് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും 2 ഇപ്പം ഗ്രാഫ് പോയിൻറ്റ്സ് വന്നില്ലേ, അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ചോദിക്കൂ. ഡിഫോൾട്ടായിട്ട് ഇൻപുട്ട് 00 എന്ന് എടുക്കും. I00 എടുക്കും. അത് തന്നെ മതി. ഇത്ര എളുപ്പമാണ് ഇത്. ആഡ് ടൈപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആഡ് ചെയ്ത് ഇനി നിങ്ങൾക്ക് 2 വേണ്ടേ, 2 സ്വിച്ച് വേണ്ടേ. അപ്പോൾ അടുത്ത സ്വിച്ചിന് വീണ്ടും അത് തന്നെ വെക്കുക. ആ സ്വിച്ച് തന്നെ വെക്കുക. അടുത്ത ഇപ്പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുക. വേരിയബിൾ ഇത് തന്നെ. നിങ്ങൾക്ക് നോർമലി ഈ സ്വിച്ച് തന്നെ, ഓപ്പൺ സ്വിച്ച് തന്നെയല്ലേ വേണ്ടേ. അപ്പോൾ ആഡ് കൊടുക്കേണ്ട. ഫയൽ നെയിം കൊടുക്കണം അല്ലേ. ഇത് ആഡ് ആവില്ല. ഫയൽ നെയിം 00 ഒന്ന് ഓൾറെഡി കൊടുത്തു. ഇനി 01 കൊടുക്കുക. 01 ആഡ്. ഇപ്പോൾ നിങ്ങൾ ആൻഡ് ഗേറ്റായി. ഇനി ഇത് സിമുലേറ്റ് ചെയ്യണ്ടിക്കലോ, പ്ലേ കൊടുക്കുക. 00 സ്വിച്ച് ക്ലോസ് ഇതായി. അപ്പോൾ എന്താ, പവർ സപ്ലൈ ഇവിടം വരെ വന്നു. 01 കൂടി ക്ലോസ് ആക്കിയാലേ നമ്മൾ ഔട്ട്പുട്ട് കോയിൽ എത്തും. ഇനി 01 കൂടി ആക്കുക. അപ്പോൾ 11ൽ ഔട്ട്പുട്ട് 0 ആയി. ഇതുപോലെ നിങ്ങൾക്ക് താഴെ ഓരോ റങ്ങിൻ്റെ ചെയ്യാം. ഇനി ന്യൂ റങ് ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊന്നും കൂടി ഞെക്കുക. ഇനി ഒന്നാമത്തെ റങ്ങിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. മുകളിലാണ് വന്നത്. മുകളിൽ വന്ന് ആ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. താഴേക്ക് വരണ്ടെങ്കിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കുറേ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് താഴെയല്ല വരേണ്ടത്. ഒന്നും കൂടി നമുക്കെടുക്കാം. ഇതിപ്പോൾ താഴത്തേക്ക് വന്നു. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഫയൽ നെയിം കൊടുക്കുക. 00 നമ്മൾ ഓൾറെഡി ഒന്ന് കൊടുത്തു. വേണ്ടിക്ക് നിങ്ങൾക്ക് 01 എന്ന് കൊടുക്കാം അല്ലേ. ഔട്ട്പുട്ട് കോയിൽ 01 02 അങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടുത്ത ഔട്ട്പുട്ട് കോയിൽ. ഇനി പാരലൽ ബ്രാഞ്ചിൽ ഓർ ഗേറ്റ് ആക്കണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ പാരലൽ ബ്രാഞ്ച് കാണണം. ഇവിടെ ഒരു പാരലൽ ബ്രാഞ്ച് കാണുന്നില്ല. ഇതാണ് പാരലൽ ബ്രാഞ്ച്. ഇത് ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മൊബൈലിൽ ഒരിക്കൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. പാരലൽ ബ്രാഞ്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. രണ്ടാമത്തെ റങ്ങിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഓർ ഗേറ്റ് ആകുമ്പോൾ ഈ 2 സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്യണ്ടേ, ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് എടുക്കുക. നോർമലി ഓപ്പൺ സ്വിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പേരോ ഓൾറെഡി 0001 കൊടുത്ത് ഒന്നിക്ക് നിങ്ങൾക്ക് അത് തന്നെ കൊടുക്കാം. അതിനേക്കാൾ നല്ലത് ഇൻപുട്ട് വേറെ തന്നെ പേര് കൊടുത്തോ. 0001 ആയി. അടുത്ത 03 എന്ന് കൊടുക്കുക. ആഡ് ചെയ്യുക. ഞാൻ വീണ്ടും ഇത് ഒരു സ്വിച്ച് കൊടുക്കുക. ഫയൽ നെയിമോ 04 കൊടുത്തോ. ഏത് കൊടുത്താലും പ്രശ്നമില്ല. ഒരേ സെയിം ആകാൻ നോക്കണ്ട. ചിലപ്പം പ്രശ്നമാകാം. ഇപ്പോൾ ഇത് ഓർ ഗേറ്റായി. ഇനി നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യാം. 03 04 ഏതെങ്കിലും ഒന്ന് 1 ആയി നോക്കാം. ഓർ ഗേറ്റ് എന്താ 03 1 ആയാൽ തന്നെ ഔട്ട്പുട്ട് ഹൈ ആവില്ലേ. അപ്പോൾ 03 നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 03 ക്ലിക്ക് ചെയ്താൽ ഔട്ട്പുട്ട് അല്ലേ 01 ഹൈ ആയി. നമുക്ക് ഓഫ് ആക്കാം അല്ലേ. 03 ഹൈ ആയി. 04 ഓൺ ആയാലോ. 04 ഓൺ ആയാലും ഔട്ട്പുട്ട് ഹൈ ആയി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള ഗേറ്റ്സ് ചെയ്യുക. ഇനി ഞാനൊരു ക്ലോക്ക് പൾസ് ജനറേറ്ററിൻ്റെയും കൂടി പറഞ്ഞുതരാം.